രാവിലെ കണ്ണൻ സ്കൂളിൽ പോയ ശേഷം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ദാ റൂമിലേക്ക് വന്നിട്ട് ജനലും കർട്ടനും ഒക്കെ തുറന്നിട്ടിട്ട് ജനലൊക്കെ തുറന്നിടാം കേട്ടോ. അപ്പോൾ എനിക്ക് ഈ ജനലൊക്കെ തുറന്നിട്ട് കുറച്ച് നേരം ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട് നിൽക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ഈ തണുപ്പും കൂടി ആയതുകൊണ്ട് നല്ല തണുത്ത കാറ്റിങ്ങനെ വരും. അത് കഴിഞ്ഞിട്ട് ഇതാ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചിട്ടിട്ട് പിന്നെ അടുക്കളയിലേക്ക് പോവാണ്. അടുക്കളയിൽ എനിക്ക് ഉച്ചക്കത്തേക്കുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായില്ല. രാവിലത്തെ കഴിഞ്ഞിട്ട് പിന്നെ ഈ ബെഡ്ഷീറ്റും വിരിക്കലും ജനൽ തുറത്തിടലും ഒക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഉച്ചക്കത്തേക്കുള്ള ലഞ്ച് ഉണ്ടാക്കാനായിട്ട് അടുക്കളയിലേക്ക് ചെല്ലുക കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതാ അരി അടുപ്പത്തിട്ടിട്ട് പിന്നെ എന്തെങ്കിലും കറി വെക്കണം. അപ്പോൾ നോക്കുമ്പോഴാണ് മാങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ മാങ്ങാച്ചാർ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായത് കൊണ്ടിട്ട് മാങ്ങാച്ചാർ ഇടാം. പിന്നെ എന്തെങ്കിലും മീൻ ഉണ്ടായിരുന്നു, ചെറിയ ചാള കിട്ടിയിട്ടുണ്ടായിരുന്നു, മത്തി, ചെറിയ മത്തിയില്ലേ. അപ്പോൾ അതിങ്ങനെ കറി വെക്കുന്നതിലും ഇഷ്ടം എല്ലാവർക്കും ഇങ്ങനെ പീര പറ്റിക്കാമെന്ന് ഞങ്ങൾ പറയും. അപ്പോൾ പീര ഒതുക്കി ഇങ്ങനെ തേങ്ങയൊക്കെ ഇങ്ങനെ ചതച്ചിട്ടിട്ട് വെക്കൂലേ, അതാണ് ചെയ്യുന്നത്. അപ്പോൾ അതും ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ എല്ലാവർക്കും. അപ്പോൾ അങ്ങനെ ആക്കാം. അപ്പോൾ ഞാൻ വേഗം തന്നെ മീനൊക്കെ വെട്ടിയെടുത്ത് അവിടേക്ക് ഒന്ന് കഴുകിയിടാണ്. മീൻ വെട്ടി ആ ഭാഗത്തൊക്കെ ഇങ്ങനെ മീനിൻ്റെ വെള്ളമൊക്കെ ഉണ്ടുണ്ടാവുമല്ലോ, അപ്പോൾ അവിടെയൊക്കെ നന്നായിട്ടൊന്ന് സോപ്പൊക്കെ ഇട്ട് കഴുകി. ആ സമയത്ത് ആ കത്തിയെ കഴുകുമ്പോൾ എൻ്റെ കൈയൊക്കെ ഒന്ന് മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം ബ്ലഡൊക്കെ വന്നു. പിന്നെ വേഗം തന്നെ അത് മാറി. അതും നോക്കി ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ തേങ്ങയൊക്കെ ചിരണ്ടിയെടുത്ത് പീര ഒതുക്കുന്നത് ഇങ്ങനെ കേട്ടോ. തേങ്ങ ചിരണ്ടിയതും ചെറിയുള്ളി, അത് ഇത്തിരി അധികം വേണം ചെറിയുള്ളി, പിന്നെ 3-4 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇതെല്ലാം ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കേ പറ്റുള്ളൂ, അരച്ചെടുക്കരുത്, ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ അതും അരപ്പാക്കി വെച്ചിട്ട് ഞാൻ ചോറെടുത്ത് റൈസ് കുക്കറെ വെക്കുകയാണ്. ചോറ് ഒരുവിധം വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ റൈസ് കുക്കറിലേക്ക് വെച്ചിട്ട് പിന്നെ അരപ്പ് കൂട്ടിയെടുക്കുകയാണ് കേട്ടോ. ആ അരപ്പിലേക്ക് ഉപ്പും കൊടംപുളിയും ചേർക്കണം. നമ്മുടെ ആവശ്യത്തിന് ഉപ്പും പുളിയും ആ രീതിയിലാണ് കേട്ടോ എടുക്കണം. അധികം വെള്ളം വെക്കരുത്. ആ ജാറൊന്ന് കഴുകി ഒഴിച്ചിട്ട് നമ്മുടെ കൈയും ഒന്ന് നനവാകുന്ന രീതിയിൽ മാത്രമേ എടുക്കാവുള്ളൂ കേട്ടോ. എന്താ വെച്ചാൽ ഇതിൽ ചാറുള്ളൊരു കറിയല്ല, ഇങ്ങനെ ഒരു അരപ്പ് മാത്രം കുറുകിയിരിക്കുന്ന ഒരു ടൈപ്പ് കറിയാട്ടോ. അപ്പോൾ അങ്ങനെ ഞാനതും വേകാനായിട്ട് വെച്ചിട്ട് പിന്നെ ആ മാങ്ങാച്ചാർ ഇടാം കേട്ടോ. അപ്പോൾ എനിക്ക് രാവിലെ കണ്ണിന് ഞാൻ സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് വെച്ച ചീരത്തോരനും ചെമ്മീൻ ഒലത്തിയതൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് അച്ചാറും ഈ മീൻ പീരയും കൂടി ആകുമ്പോഴത്തേക്കും ഇന്നത്തേക്ക് മതിയല്ലോ എന്ന് ഓർത്തിട്ട് വേഗം തന്നെ അത് ആക്കുകയാണ്. ഇത് അച്ചാറും ഇട്ട് പിന്നെ അച്ചാറിൻ്റെ പണി കഴിയുമ്പോഴത്തേക്കും തന്നെ ബാക്കിയുള്ള കറികളൊക്കെ ഞാൻ ചൂടാക്കി വെച്ചു. എന്നിട്ട് അടുക്കള ഒന്ന് വൃത്തിയാക്കിയിട്ടിട്ട് അപ്പോൾ അത്രേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് ഉച്ചക്കത്തെ എൻ്റെ പണികൾ. അത് കഴിഞ്ഞിട്ട് അടുക്കളയും ക്ലീൻ ആക്കിയിട്ടിട്ട് ആ സമയത്തേക്ക് കൺമണി ഓടി വന്നിട്ട് എൻ്റെ അടുത്തേക്ക്. അവൾ കുറേ നേരം ഇങ്ങനെ എന്നെ മിസ് ചെയ്യുമ്പോഴത്തേക്കും ഒന്ന് ഓടി വരും ഞാൻ എന്തെടുക്കണമെന്ന് നോക്കാനായിട്ടൊക്കെ. അങ്ങനെ ആൾ വന്ന് എന്നെയും അപ്പോൾ തന്നെ എൻ്റെ പണിയൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വഴക്കിനായി നിൽക്കാണ്ട് ഞാനൊന്ന് എടുത്ത് പുന്നാരിപ്പിച്ച് കഴിയുമ്പോൾ ആൾ ഓക്കെയാണ്. അങ്ങനെ ഇതാ പുന്നാരിപ്പിച്ച് ഞാൻ എടുത്തൊന്ന് തോളത്തൊക്കെ വെച്ച് ഒരു ഉമ്മയെ കൊടുത്തപ്പോഴത്തേക്കും പിന്നെ കുഴപ്പമില്ല. അങ്ങനെ ഇതാ ഞങ്ങൾ പണിയൊക്കെ ഇനി കുളിച്ച് ഊണൊക്കെ കഴിച്ച് ഒന്ന് റെസ്റ്റ് എടുക്കണം. അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.